ഹലോ വെൽക്കം ടു അവർ ക്വസ്റ്റ്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു എക്സ്മെൻ മൂവീസിൻ്റെ ഒരു ടൈം ലൈൻ പ്രകാരം ഒരു ഓർഡർ ലിസ്റ്റാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഡെഡ്പൂൾ 3 ഒക്കെ ഇപ്പോൾ റിലീസാകാൻ പോവുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഒരു എക്സ്മെൻ മൂവീസൊക്കെ എന്തായാലും കണ്ടിരിക്കണം. അപ്പം നമുക്കൊരു ടൈം ലൈൻ ഓർഡറാണ് നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണേണ്ട മൂവിയാണ് എക്സ്മെൻ ഫസ്റ്റ് ക്ലാസ്. ഇത് 2011 റിലീസായ മൂവിയാണ്. ടൈം ലൈൻ പ്രകാരം ഇതൊരു 1962 നടക്കുന്നത്. സോ ഇത് വന്ന് എൻ്റെ ഒരു എക്സ്മെൻ ടീമിൻ്റെ ഒരു ഓറിജിൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു എക്സ്മെൻ ആ ഒരു മ്യൂട്ടൻസൊക്കെ കണ്ടുമുട്ടുന്നതും, പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫസർ എക്സും മെഗ്നറ്റിയും ഇവരൊക്കെ കണ്ടുമുട്ടുന്നതും, ഇവരെ ഫ്രണ്ട്ഷിപ്പും, എൻ്റെ പ്രധാനമായിട്ടും ഇവരെല്ലാം ഒരു ടീം ഫോം ചെയ്ത് ഒരു ന്യൂക്ലിയർ അറ്റാക്ക് തടയാൻ നോക്കുന്നതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള സ്റ്റോറി. ഒരു കിടിലൻ മൂവിയാണ്. ഉറപ്പായിട്ട് ആദ്യമായിട്ട് ഈ പടം കാണുക. അപ്പോൾ അടുത്ത് നിങ്ങൾ കാണേണ്ട മൂവിയാണ് എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ്. ഇത് വന്ന് ടൈം ലൈൻ പ്രകാരം 1973 നടക്കുന്നത്. ഇത് മെയിനായിട്ടും ഇത് സ്റ്റോറി എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലാണ് നടക്കുന്നത്, അതായത് 2023. സോ അവിടെ വന്ന് ഈ ഒരു ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു സെൻറ്റിനൽ റോബോട്ട്സ് കാരണം മ്യൂട്ടൻസ് ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹ്യൂമൻസിനെ അത് കൊന്നു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു എൻ്റെ ഒരു വേൾഡ് തന്നെ കംപ്ലീറ്റ്ലി നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ വൂൾവറൈൻ ആണെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലോട്ട് പോവുകയാണ്, അതായത് 1973 പോവുകയാണ്. സോ അവിടെ പോയി ഒരു പ്രൊഫസർ എക്സിനെ കണ്ടുപിടിച്ച് ആ ഒരു എക്സ്മെൻ ടീമിനെ ഫോം ചെയ്ത് ഈ ഒരു ടൈം ലൈനിനെ മാറ്റാൻ നമ്മുടെ വൂൾവറൈൻ നോക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു കിടിലൻ മൂവിയാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണ്. സോ ഉറപ്പായിട്ട് കണ്ടുപോകുക. അപ്പോൾ അടുത്ത് നിങ്ങൾ മൂന്നാമതായിട്ട് കാണേണ്ട പടമാണ് എക്സ്മെൻ ഒറിജിൻസ് വൂൾവറൈൻ. സോ ഇത് വന്ന് ടൈം ലൈൻ പ്രകാരം 1981 എൻ്റെ സ്റ്റോറി നടക്കുന്നത്. സോ ഇത് വന്ന് നമ്മുടെ വൂൾവറൈൻ ഫാൻസിന് വേണ്ടിയുള്ള ഒരു പടം എന്ന് പറയാൻ പറ്റും. സോ ഈ പടം കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു വൂൾവറൈൻ ഫാൻ തന്നെയാവും. സോ വൂൾവറൈൻ്റെ പവേഴ്സൊക്കെ കിടിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ വൂൾവറൈൻ്റെ ആ ഒരു സ്റ്റോറി എങ്ങനെയാണ്, അതായത് വൂൾവറൈൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എൻ്റെ വൂൾവറൈൻ്റെ ബോഡിയിൽ എങ്ങനെ ഒരു അഡമാൻറ്റിയം ഒക്കെ വന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഒരു കിടിലൻ ആക്ഷൻ മൂവിയാണ്. ഉറപ്പായിട്ടും കാണുക. സോ അടുത്ത് നിങ്ങൾ കാണേണ്ട പടമാണ്, അതായത് നാലാമതായി കാണേണ്ട പടമാണ് എക്സ്മെൻ അപ്പോക്കലിപ്സ്. ഇത് ടൈം ലൈൻ പ്രകാരം 1983 ഇതിൻ്റെ ഒരു സ്റ്റോറി നടക്കുന്നത്. സോ ഇതിൽ വന്ന് നമ്മുടെ ഒരു അപ്പോക്ലിപ്സ് എന്നൊരു വില്ലൻ വരെയാണ്, അതായത് ഒരു വേൾഡിൻ്റെ ഫസ്റ്റ് മ്യൂട്ടൻ എന്ന് പറയാം. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹം വന്ന് റിട്ടേൺ ആയിരിക്കുകയാണ്. സോ റിട്ടേൺ ആയിട്ട് ഈ ഒരു വേൾഡിനെ തന്നെ ടേക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കിയാണ്. പ്രത്യേകിച്ച് മ്യൂട്ടൻസ് മതി, ഹ്യൂമൻസ് വേണ്ട, അങ്ങനെയൊക്കെ ഒരു ക്രേസ് ആയിട്ട് നടക്കുകയാണ്. അപ്പം ഈ ഒരു അപ്പോക്കലിപ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എക്സ്മെൻ ടീം വീണ്ടും ഫോമായി ഈ അപ്പോക്കലിപ്സിനെ എതിർത്ത് പോരാടുന്ന ഒരു സ്റ്റോറിയാണ്. കിടിലൻ പടമാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമാണ്. ആൻഡ് ഇതിൽ ക്വിക്സിൽവറിനൊക്കെ ഒരു സീനുണ്ട്, അതൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നിങ്ങൾ കാണേണ്ട പടമാണ് എക്സ്മെൻ ഡാർക്ക് ഫീനിക്സ്. ഇത് ടൈം ലൈൻ പ്രകാരം 1992 നടക്കുന്നത്. നമ്മുടെ ജീൻ ഗ്രേ ഫോക്കസ് ചെയ്താണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ജീൻ ഗ്രേയുടെ ബോഡിയിലോട്ട് ഈ ഒരു ഡാർക്ക് ഫീനിക്സ് വരെയാണ്. അങ്ങനെ നമ്മൾ ജീൻ ഗ്രേ വന്നൊരു ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയാണ്, ഭയങ്കര പവർഫുള്ളായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ്മെൻ ടീം എങ്ങനെ ഈ ഒരു ജീൻ ഗ്രേ തടയുന്നു, അതാണ് എൻ്റെ ബേസിക് സ്റ്റോറി. ഒരു നല്ല പടമാണ്, ടൈമുള്ള കണ്ടുപോകുക. സോ അടുത്ത് നിങ്ങൾ കാണേണ്ട പടമാണ് എക്സ്മെൻ 2000 റിലീസായ പടമാണ്. സോ ടൈം ലൈൻ പ്രകാരം ഇത് 2000 നടക്കുന്ന മൂവിയാണ്. സോ നമ്മുടെ മാർവലിൻ്റെ ഫസ്റ്റ് എക്സ്മെൻ മൂവി ഇതാണ്. അപ്പോൾ ഇതിൽ വന്ന് നമ്മുടെ വൂൾവറൈൻ എങ്ങനെ ഒരു എക്സ്മെൻ ടീമിൽ ജോയിൻ ആയി, ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ എക്സ്മെൻ ടീമിന് ഒരു പുതിയ മിഷൻ കിട്ടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാഗ്നറ്റിയുടെ ഒരു ഈവിൽ പ്ലാനൊക്കെ തടയണം. അപ്പം ഒരു കിടിലൻ പടമാണ്. സോ അടുത്ത് നിങ്ങൾ കാണേണ്ട പടമാണ് X2, അതായത് എക്സ്മെൻ യുണൈറ്റഡ്. സോ ഇത് 2003 വന്ന പടമാണ്. സോ ടൈം ലൈൻ പ്രകാരം 2003 നടക്കുന്ന മൂവിയാണ്. ഇതിൽ വന്ന് നമ്മുടെ എക്സ്മെൻ ടീമാണെങ്കിൽ ഒരു മിഷന് പോവുകയാണ്. പ്രത്യേകിച്ച് നൈറ്റ് ക്രോളറിനെ തടയണം. അല്ല അതേപോലെ തന്നെ വില്യം സ്ട്രൈക്ക് എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ ഈ മ്യൂട്ടൻസിനെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ, അപ്പം അങ്ങനെയൊക്കെ തടയണം. സോ അതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള സ്റ്റോറി. ഒരു കിടിലൻ പടമാണ്. സോ അടുത്ത് നിങ്ങൾ കാണേണ്ട പടമാണ് എക്സ്മെൻ ലാസ്റ്റ് സ്റ്റാൻഡ്. ഇത് ടൈം ലൈൻ പ്രകാരം 2006 നടക്കുന്ന മൂവിയാണ്. സോ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിൽ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ, ഈ മ്യൂട്ടൻസിനെ ക്യൂർ ചെയ്യാനുള്ളൊരു മരുന്ന്. സോ ഈ മരുന്ന് എടുക്കുകയാണെങ്കിൽ ആ മ്യൂട്ടൻ്റെ പവർ പോയി അവർ നോർമൽ ഹ്യൂമനാകും. അപ്പോൾ അതിനെ എതിർത്ത് നമ്മുടെ ഒരു എക്സ്മെൻ ടീം പോരാടുന്ന ഒരു സ്റ്റോറിയാണ്. സോ കിടിലൻ പടമാണ്. സോ അടുത്ത മൂവിയാണ് ദ വൂൾവറൈൻ. ഇത് ടൈം ലൈൻ പ്രകാരം 2013 നടക്കുന്ന മൂവിയാണ്. ഒരു കിടിലൻ മൂവിയാണ്. സോ നമ്മുടെ വൂൾവറൈനെ ഫോക്കസ് ചെയ്ത എൻ്റെ ഒരു സ്റ്റോറി പോകണം. അതായത് വൂൾവറൈൻ ആണെങ്കിൽ ടോക്കിയോയിലോട്ട് പോയിരുന്നു പുള്ളിയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങേര് ഭയങ്കര ഈവിലായിട്ടുള്ള ആളാണ്. നമ്മുടെ വൂൾവറൈൻ്റെ ഒരു ഹീലിംഗ് പവർ എടുക്കാനാണ് അങ്ങേരെ പ്ലാൻ. സോ അപ്പം ഫൈനലി വൂൾവറൈൻ എന്തൊക്കെ ചെയ്തു, പുള്ളിയുടെ ഹീലിംഗ് പവർ പോയോ, സോ എന്തൊക്കെയാണ് നടന്നത്. സോ അതൊക്കെയാണ് മെയിനായിട്ടുള്ള സ്റ്റോറി. ഒരു കിടിലൻ പടമാണ്. സോ ടൈമുള്ളവർ കണ്ടുപോകുക. സോ അടുത്ത മൂവിയാണ് നമ്മുടെ ഡെഡ്പൂൾ. സോ ടൈം ലൈൻ പ്രകാരം 2016 നടക്കുന്ന ഒരു മൂവിയാണ്. ഒരു കിടിലൻ മൂവിയാണ്. ഇതുവരെയായിട്ട് കാണാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു
എക്സ്മാൻ മൂവിനെ എന്ന് പറയാൻ പറ്റുമോ. സോ ഇത് വന്ന് അതേ യൂണിവേഴ്സിൽ നടക്കുന്ന സ്റ്റോറിയാണ്. ബട്ട് എക്സ്മാനുമായിട്ട് വലിയ ബന്ധമുണ്ട് ബട്ട് വലുതായിട്ട് കാണൂല. സോ ഇത് ഡെഡ്പൂൾ എന്ന ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്താണ് സ്റ്റോറി പോലെ. ആൾറെഡി നമ്മുടെ ഡെഡ്പൂൾ എന്ന ക്യാരക്ടറിനെ നമ്മൾ ഇതിന് മുമ്പ് എക്സ്മാൻ മൂവീസിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനുശേഷം പുള്ളിയുടെ സ്റ്റോറി എന്താണ്, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് എങ്ങനെ ഈ പവേഴ്സൊക്കെ കിട്ടി, സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇനി ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോറി. സോ അടുത്ത മൂവിയാണ് ഡെഡ്പൂൾ 2. അതായത് ടൈം ലൈൻ പ്രകാരം 2018 നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. നമ്മുടെ ഡെഡ്പൂൾ 1ൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. സോ ഇതിൽ വന്ന് നമ്മുടെ കേബിൾ എന്ന ഒരു ടൈം ട്രാവൽ വരെയാണ്. സോ അങ്ങനെ വന്ന ഒരു കിഡിനെ കൊല്ലാൻ വേണ്ടിയാണ് വന്നത്. അപ്പം നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ആ ഒരു കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. സോ തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സ്റ്റോറി. ഇതിൽ വന്ന് ജഗർനട്ട് എന്നൊരു ക്യാരക്ടറൊക്കെ ഒരു ഭയങ്കരമായിട്ടുണ്ട്. സോ അടുത്ത മൂവിയാണ് ലോഗൻ. സോ ഇത് ടൈം ലൈൻ പ്രകാരം 2029 നടക്കുന്ന സ്റ്റോറിയാണ്, ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. സോ ഇവിടെ വന്ന് നമ്മുടെ വൂൾവറിൻ, അതായത് ലോഗൻ വന്ന് നല്ല ഓൾഡ് ആയിട്ടുണ്ട്. ആൻഡ് മ്യൂട്ടൻസൊക്കെ എല്ലാ മ്യൂട്ടൻസും മരിച്ചിട്ടുണ്ട്. കുറച്ച് മ്യൂട്ടൻസൊക്കെ ഉള്ളൂ, അതായത് പ്രൊഫസർ എക്സും ലോഗനും അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഓക്കെ, ബാക്കി എല്ലാവരും ഡെഡായി. അപ്പോൾ നമ്മുടെ ലോഗനാണെങ്കിൽ ഇല്ലൊരു കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മുടെ ലോഗൻ്റെ മകൾ തന്നെയാണ്. സോ പുള്ളിയെ DNA വെച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആൻഡ് അതേപോലെ തന്നെ കുറച്ച് മ്യൂട്ടൻ കിഡ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മുടെ ലോഗൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നൊരു സ്റ്റോറിയാണ്. ഒരു കിടിലൻ പടമാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാം. പിന്നെ ലാസ്റ്റൊക്കെ ഭയങ്കര ഇമോഷനായിട്ടുണ്ടാവും. ആൻഡ് ലാസ്റ്റായിട്ട് ദ ന്യൂ മ്യൂട്ടൻസ് എന്നൊരു മൂവിയുണ്ട്. സോ ഇത് വന്ന് 2020 റിലീസായ മൂവിയാണ്. സോ ഇതിൻ്റെ ടൈം ലൈൻ എത്രയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. സോ ഇത് വന്ന് റീബൂട്ടായിട്ട് പറഞ്ഞൊരു പടമാണ്. സോ ഇവിടെ വന്ന് പുതിയ മ്യൂട്ടൻസിനെ ഇവരെ ക്രിയേറ്റ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഒരു സീക്രട്ടായിട്ടുള്ള ഒരു ഫെസിലിറ്റിയിലിട്ട് കുറേ കിഡ്സിനെയൊക്കെ മ്യൂട്ടൻസ് ഉണ്ട്, അവരൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവരെങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്നൊരു സ്റ്റോറിയാണ്. ഇതൊരു ഹൊറർ ജേണലിലും ഉൾപ്പെടും. സോ ടൈമിൽ കണ്ടുപോകുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്മാൻ മൂവീസിൻ്റെ ഒരു ടൈം ലൈൻ ഓർഡർ. സോ അപ്പം ഡെഡ്പൂൾ 3ക്ക് മുമ്പായിട്ട് ഈ മൂവീസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. സോ ഇപ്പോഴേ കണ്ടു തുടങ്ങിയാൽ സമയത്തിന് തീരും. അപ്പോൾ ആൾറെഡി മൂവീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുക, മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.